കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചാലഞ്ചായിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം നമ്മൾ 3 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചാലഞ്ച് ചെയ്യുന്നത്? നമ്മൾ ഒരു ഡയലോഗ് ഡിഫറെൻറ്റ് മോഡുലേഷൻസിൽ നമ്മൾ പറയും. അതാണ് ചലഞ്ച്. ഓക്കെ, ആക്ച്വലി ഇത് നമ്മളൊന്ന് ചെയ്ത് പള്ളിപ്പോയ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റാക്കി വന്നപ്പോൾ ക്യാമറ അതേ കിടക്കുന്നു അതെ താഴെ. അപ്പോൾ നമ്മൾ അതൊന്നുകൂടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡയലോഗ് ഇതാണ്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ, അതാണ് ഡയലോഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് വേണം? ഓക്കെ ഓക്കെ, ഹാസ്യം. അപ്പോൾ ഷെബി സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഹാസ്യം പേടിച്ചിട്ടാ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇങ്ങനെ വാ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഓക്കെ, ഇനി 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 ഏതാ? ഇനി ദേഷ്യം. ദേഷ്യം. ഞാൻ ഭയാനകം മറ്റേ ദേഷ്യപ്പെട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. അത്ര മതിയോ? കുറച്ചുകൂടെ ആവാം. അയ്യോ, ഇനിയിപ്പോ ദേഷ്യം വരില്ല കേട്ടോ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. അത് ദേഷ്യമായില്ല, കുറച്ചുകൂടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇതാണോ ദേഷ്യം? അത് ക്യാമറയിൽ പോയി നോക്കുമ്പോൾ മനസ്സിലായി. ഒന്നുകൂടെ. നിന്നെ നോക്കി എനിക്ക് ദേഷ്യം. ഞാൻ നിന്നെ നോക്കി പറയാം. കുറച്ച് കഞ്ഞി. ഞാൻ ക്യാമറ നോക്കിയോളാം. ദേഷ്യം വരുത്തുന്നതാണോ? ശരീരത്തിന് എങ്ങനെ ദേഷ്യം വരുത്തുന്ന അറിയാം ശരി? എന്താ അവിടെ നിന്നാണോ ദേഷ്യം വരുന്നത്? കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇത്രയുള്ളൂ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇനി ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യും. 2 തവണ ഞാൻ സ്റ്റാർട്ടാക്കി. അതില്ല, ഇങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ അന്ന് കുറെ കണ്ടതാ. അല്ല, ഇവിടുന്ന് ഞാൻ 2 തവണ പറഞ്ഞു. നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഓർഡർ പോണ്ട. ഞാൻ പറഞ്ഞു അടുത്ത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞു, പിന്നെ അവിടുന്ന് കണ്ടുവിടുക, പിന്നെ ഞാൻ അങ്ങനെ ഓർഡർ ആക്കാം. ഓർഡർ എങ്ങനെയാ ആക്കാം? അപ്പൊ ഞാൻ ചെയ്യണോ? അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും അതെങ്ങനെ ഫ്ലേട്ടിങ് തന്നെ ചെയ്യും. എന്തായാലും ചെയ്യണം. പിന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യാം. ആക്ച്വലി ഞാൻ ഫ്ലേട്ടിങ്ങിൽ അത്ര എനിക്കറിയില്ല. ഞാനിപ്പോൾ റൊമാൻറ്റിക് അല്ല ഗൈസ്. തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ഒരു നാണം. ഒറിജിനലാണോ? അല്ല, കുറച്ച് അത് പറ. കൊള്ളാം. പക്ഷേ കൊള്ളാം. എനിക്ക് ഫേസ് കാണാനില്ല. ഞാനൊന്ന് എക്സ്പ്രഷൻ വരുത്തട്ടെ. നിനക്ക് ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. എനിക്ക് വരുന്നില്ല. നീ അന്ന് വരുത്തി കൊണ്ട് വരുത്ത്. അന്ന് അടിപൊളിയായിരുന്നു. അന്ന് വന്നു, പക്ഷെ ഇന്ന് വരുന്നില്ല. പക്ഷെ ക്യാമറ ഓഫ് ആണെങ്കിലും വരും. അതെന്താ അങ്ങനെ? ക്യാമറ ഓഫ് ആക്കി പറഞ്ഞ കേട്ട ക്യാമറ ഓഫ് ഇതിനെ കണ്ടിട്ട് അത്ര പോകില്ല അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോ നിങ്ങളുടെ കൂടെ നടക്കുന്നോണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ പറഞ്ഞത് എന്നെ പറ്റിട്ട്. അതന്നെ ഞാനും പറഞ്ഞേ. ഒന്നുമില്ല കുട്ടാ, ശരിക്കും മനസ്സിലായോ?
എനിക്ക് വരുന്നില്ല, കാര്യത്തില് വരുന്നില്ല. കുറച്ച് കഞ്ഞി. അയ്യേ, അങ്ങനെയല്ലല്ലോ. വേറെ മോഡായോ? അയ്യേ ഇല്ല. നമ്മളിരുന്ന് സംസാരിക്കാൻ കിട്ടുമല്ലേ? ക്യാമറ അവിടെ പോട്ടെ, ക്യാമറ നോക്കണ്ട. പക്ഷെ ആ ഒരു കിട്ടുന്നില്ല. സ്നേഹം കൊണ്ട് കുറച്ച് കഞ്ഞി എടുക്കട്ടെ. എനിക്ക് വരില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കാണിച്ചല്ലോ. അത് ഞാൻ കണ്ടില്ലല്ലോ, ഈ മണ്ടത്തല്ല ഫ്രണ്ടിലുണ്ടായിരുന്നുണ്ട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഭയങ്കര ഒന്നുകൂടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇത് ഹാസ്യത്തിൽ പറയായിരുന്നു അല്ലേ? ഒന്നുകൂടെ പറ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇത് സൗണ്ട് അവിടെ കേട്ടിട്ടുണ്ടാവോ? മൈക്ക് തൊട്ടെടുത്താണ്. വേറെ എന്താ അടുത്തത്? നമ്മളിപ്പം കരഞ്ഞോണ്ട് ചോദിച്ചു. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ചിരിച്ച് കരയുന്ന ജാതി. എന്നെ നോക്കല്ലേ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. അതെന്താ അവിടെ സംഭവിച്ചത്? പറഞ്ഞ് ക്യാമറ കണ്ടിട്ടുണ്ട്. മൂക്കി തൊടാൻ പറ്റത്തില്ലേ? ഭാവം വരുന്നു. യു ക്യാൻ. ഇവിടെ കരയില്ല. അതിങ്ങനെ തുടച്ചിട്ടാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ചിരിച്ച് കരഞ്ഞിട്ട് പറയേണ്ട വരും. കുറച്ച് എനിക്ക് കരയാൻ അറിയില്ല. അയ്യോ, എനിക്ക് കരയാൻ നന്നായിട്ട് അറിയാം. പക്ഷെ അഭിനയിക്കാൻ അറിയത്തില്ല. കരയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. വേണ്ട മോളെ, ചോറ് മതി. ഇനി എന്താ? ഇനി അടുത്ത എന്താ? ഇപ്പൊ എന്തൊക്കെ ചെയ്തു? ഹാസ്യം ചെയ്തു, ദേഷ്യം ചെയ്തു, സങ്കടം ചെയ്തു, ഫ്ലർട്ടിങ് ചെയ്തു. അട്ടഹാസം. പുച്ഛം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. അതിനകത്ത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഓക്കെ, കഴിഞ്ഞു. അല്ല, ഒരെണ്ണം കൂടെ വേണം. അനു സ്റ്റാർട്ട് ചെയ്യും. എന്താ ഏതാ വേണ്ടേ? വീണ്ടും ഒരബദ്ധം പറ്റി ഗൈസ്. മൈക്ക് ഓഫായി പോയതാണോ അതോ കഴിഞ്ഞ ദിവസം ഇതൊന്ന് വെള്ളത്തിലിട്ട് ഞാനൊന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ പാൻ്റെ പോക്കറ്റിലായി പോയതാണ്. അപ്പോൾ അങ്ങനെ കേടായി പോയതാണോ എന്നെനിക്കറിയില്ല. ഒന്നുകൂടെ ഞാൻ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറേയധികം എന്തൊക്കെയോ പറഞ്ഞ് ശരിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി എന്താ ചളികളായിരുന്നു അതെല്ലാം. എനിവേയ്സ് അതെല്ലാം മിസ്സായി. സാരമില്ല, പിന്നെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.